ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ വീട്ടിൽ ധനവരവുണ്ടാവാനും ലക്ഷ്മി ദേവിയെ സ്ഥിരമായി നമ്മുടെ വീട്ടിൽ സ്ഥിരലക്ഷ്മീ ഭാവത്തിൽ നിലനിർത്താനും വേണ്ടി തുടർച്ചയായ 11 ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം മാത്രം നമ്മൾ ചൊല്ലിയാൽ മതിയാവും. പൂജകളായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള യാതൊരു നിർബന്ധവും ഇല്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് എപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ്, പുല, വാലായ്മ പോലെയുള്ളവർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. ഒരു 5-6 ദിവസങ്ങൾക്കുള്ളിൽ പീരിയഡ്സ് ആവുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തുടങ്ങിയാൽ മതിയാകും. കാരണം ഇത് തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയാൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അതുമാത്രവുമല്ല, നമുക്കിത് വെളുത്ത പക്ഷത്തിലെ ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് വെളുത്ത പക്ഷം മുതൽ വരുന്ന കറുത്ത പക്ഷത്തിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. കറുത്ത വാവിനും പൗർണമിക്കും ഇടയ്ക്കുള്ള 15 ദിവസങ്ങൾ. അങ്ങനെ അല്ലെങ്കിലും നമ്മളിത് വെളുത്ത പക്ഷത്തിൽ തുടങ്ങി വെച്ചാൽ മതിയാവും. കറുത്ത പക്ഷത്തിൽ തീർന്നു എന്ന് പറഞ്ഞ് പ്രശ്നമില്ല. പക്ഷേ ആ ഒരു 15 ദിവസം എന്ന് പറയുന്നത് ചന്ദ്രഭഗവാൻ ഓരോ ദിവസവും വലുതായി വരുന്നത് പോലെ നമ്മളിത് പ്രാർത്ഥിക്കുമ്പം ലക്ഷ്മി ദേവിയുടെ ആ ഒരു സാന്നിധ്യം നമ്മുടെ വീട്ടിൽ കൂടി വരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള ധനവരവ് നമ്മുടെ വീട്ടിൽ കൂടുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് വെളുത്ത പക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കറുത്തവാവ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വെളുത്ത പക്ഷം. ഇത് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ഈ ഒരു വെളുത്ത പക്ഷത്തിൽ തുടങ്ങാമെങ്കിലും വെള്ളിയാഴ്ചകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ നാളെ ഉത്രട്ടാതി നക്ഷത്രത്തോടു കൂടി ചേർന്ന് വരുന്ന വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ്. നമുക്കിത് രാവിലെ 6 to 7 വരുന്ന ആ ഒരു സമയത്തല്ലാതെ സന്ധ്യയ്ക്കോ ബ്രഹ്മമുഹൂർത്ത സമയത്തോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് ഒരു ദിവസം തുടങ്ങുന്ന ആ ഒരു ഹോരാ സമയത്ത് നമ്മളിത് ചെയ്തു തുടങ്ങിയാൽ അതിന് വളരെ പവറുണ്ട്. നിങ്ങൾക്ക് വെറും ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യം പോലുമില്ല ഈ ഒരു റിച്വൽ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ രാവിലെ 6 to 7 ആ ഒരു സമയത്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കണം. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നാളെ വെള്ളിയാഴ്ച തുടങ്ങുമ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി നിങ്ങളൊരു വിരിപ്പ് വിരിച്ച് വടക്കോട്ട് ഫേസ് ചെയ്ത് ഇരിക്കുക. അതിപ്പം നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗത്താണെങ്കിലും മതിയാവും, അല്ലെങ്കിൽ ഹോളിലാണെങ്കിലും വടക്കോട്ട് നോക്കിയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം വടക്കോട്ട് ഫേസ് ചെയ്ത് നമ്മളൊരു നെയ് ദീപവും കൂടിയിട്ടും കൊളുത്തി വെക്കണം. എന്തുകൊണ്ടാണ് വടക്കോട്ട് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ, ധനത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ധാന്യത്തിൻ്റെയും ഒക്കെ അധിപതിയായ കുബേരൻ്റെ ദിശയാണ് വടക്ക്. അതുകൊണ്ടാണ് വടക്ക് ദിശ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിരുന്നു നമ്മളൊരു നെയ് ദീപവും കൊളുത്തി വെച്ചു. അതിനുശേഷം ഒരു ചെറിയ ബ്രാസിൻ്റെ കുടമോ, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ബൗളോ, അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ കിണ്ടി ഉണ്ടെങ്കിൽ കിണ്ടിയോ, ഏറ്റവും നല്ലത് ബ്രാസിൻ്റെ ഒരു ചെറിയ പോട്ടാണ്. എല്ലാവരുടെ കയ്യിലും കലശക്കുടമൊക്കെ ഉണ്ടാവുമല്ലോ. അതില്ലാത്തവർക്കാണ് കിണ്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞത്. വേറെ ഇവിടെ നമുക്ക് ഗ്ലാസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതിലോട്ട് നമ്മുടെ കയ്യിൽ ശുദ്ധമായ ഗംഗാജലമുണ്ടെങ്കിൽ അതൊഴിക്കാം. നിറച്ചും വേണ്ട, പകുതി മതിയാകും. അങ്ങനെയല്ലെങ്കിൽ ശുദ്ധമായ ജലം ഒഴിച്ചതിന് ശേഷം ഒരു രൂപ നാണയം നമ്മൾ ആ ഒരു വെള്ളത്തിനുള്ളിലോട്ട് ഇടണം. 1 രൂപ തന്നെ എടുത്താൽ മതിയാവും, വേറെ ഒന്നും വേണ്ട. ഇത് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇട്ടതിന് ശേഷം നമ്മുടെ വലത്തെ കൈ കൊണ്ട് നമ്മൾ ആ ഒരു പാത്രം അടച്ചു വെക്കണം. ആ പാത്രം നിലത്ത് തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് വലത്തെ കൈ കൊണ്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ 21 തവണ ജപിക്കണം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം ശ്രീം ക്ലീം സുവർണ ലക്ഷ്മിയേ നമഃ. ഓം ഹ്രീം ശ്രീം
ക്ലീം സുവർണ ലക്ഷ്മിയെ നമഃ. ഇത് 21 പ്രാവശ്യം ജപിക്കണം. ജപിക്കുമ്പം ലക്ഷ്മീ ദേവി ധനവും ധാന്യവുമൊക്കെ കൊണ്ട് നമ്മുടെ വീടിൻ്റെ പടി കടന്നു വരുന്ന ആ ഒരു പിക്ചർ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ചാൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം തരും. 21 തവണ ഈ ഒരു മന്ത്രം ജപിച്ച ശേഷം നമ്മൾ നമ്മുടെ കൈ വിരലുകൾ ആ ഒരു വെള്ളത്തിനുള്ളിലോട്ട് മുക്കണം. മുക്കിയിട്ട് നമ്മുടെ നെറ്റിയിൽ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തൂത്തുവിടുക. അതായത് 5 വിരൽ മുക്കിയില്ലെങ്കിലും 3-4 വിരലുകൾ മുക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ വിരലുകളിൽ ആ ഒരു വെള്ളം അത് പറ്റും. അപ്പോൾ അതൊരു വൈബ്രേഷൻ ഉണ്ട് ആ ഒരു ജലത്തിന്. അത് നമ്മൾ ഭസ്മമൊക്കെ നെറ്റിയിൽ തൂക്കുന്നത് പോലെ നെറ്റി കംപ്ലീറ്റ് ആയിട്ട് തൂത്തുവിടുക. നെറ്റിയിൽ ആ ഒരു ജലം നമ്മൾ തൂത്തുവിടുമ്പോൾ നമ്മൾ മനസ്സിൽ പറയണം, ധനം നമ്മുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് വെൽത്ത് ഫ്ലോസ് ടു മീ വിത്ത് ഈസി ആൻഡ് കൺസിസ്റ്റൻസി. അതായത് ധനം വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തുടർച്ചയായി നമ്മളിലോട്ട് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മളത് ഇംഗ്ലീഷിലോ മലയാളത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതിയാവും. മിച്ചമുള്ള ജലവും ആ 1 രൂപ നാണയവും വടക്ക് വശത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. പിറ്റേ ദിവസവും നിങ്ങൾ ഇതേ പ്രവൃത്തി, അപ്പോൾ നമ്മൾ ആ ജലം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കളഞ്ഞിട്ട് പുതിയ ജലം വീണ്ടും എടുത്തിട്ട് ഇതേ പ്രവൃത്തി തന്നെ വീണ്ടും ചെയ്യണം. അങ്ങനെ തുടർച്ചയായി 11 ദിവസം നമ്മളിത് ചെയ്യണം. ഇത് നമ്മൾ ശുദ്ധമായ മനസ്സോടും ലക്ഷ്മീ ദേവിയിലുള്ള വിശ്വാസത്തോടു കൂടിയും ചെയ്താൽ നമ്മുടെ വീട്ടിലോട്ട് ധനം ഒഴുകിക്കൊണ്ടേയിരിക്കും വളരെ പെട്ടെന്ന് തന്നെ. പക്ഷേ സമയം എല്ലാ ദിവസവും 6 to 7 അതിനുള്ളിൽ ചെയ്യാൻ ശ്രമിക്കണം രാവിലെ. അതേപോലെ എല്ലാ ദിവസവും ഒരേ സമയം, അതായത് 6:05 നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലക്ഷ്മീ ദേവിയുമായിട്ടൊരു അലൈൻമെൻറ്റ്, എനർജി അതേപോലെ കൺസിസ്റ്റൻസ് ആയിട്ട് ഫ്ലോ ചെയ്തു പോവാൻ ഒരേ സമയത്ത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾ ഇത് ഈ ഒരു മാസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലോട്ടുള്ള ധനവരവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാ മാസവും നമുക്കിത് തുടർന്ന് ചെയ്യാവുന്നതാണ്. 11 ദിവസം നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ആ 1 രൂപ നാണയം വളരെ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ കിഴികെട്ടി മാറ്റി സൂക്ഷിച്ച് നമ്മുടെ ക്യാഷ് ബോക്സിൽ എടുത്ത് വെച്ചാൽ മതിയാകും. എല്ലാ മാസവും ഈ നാണയം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതായത് എനർജൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഇനി നാളെ ഉത്രട്ടാതി നക്ഷത്രത്തോടു കൂടി വരുന്ന വെള്ളിയാഴ്ചയാണ്. പടിപൂജ ചെയ്യാനും വടക്ക് കിഴക്ക് ഭാഗത്ത് അക്ഷയപാത്രം വെക്കാനും ഒപ്പം തന്നെ ഗോപൂജ ചെയ്യാനും ആരും മറക്കരുത്. വീടിനടുത്ത് പശുവിനെ വളർത്തുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി പശുവിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ വെച്ച്, ഇല്ലെങ്കിൽ പശുവിൻ്റെ വാൽഭാഗത്ത് തൊഴുത് പശുവിന് കറുകപ്പുല്ല്, ചെറുപയറും ശർക്കരയും അതേപോലെ അകത്തിച്ചീര, പച്ചക്കറികൾ, ഇനി അവിടെ പിണ്ണാക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും പശുവിൽ ഒരു നേരത്തെ അന്നം വാങ്ങിച്ചു കൊടുക്കാൻ മറക്കരുത്. നാളത്തെ ദിവസം വെളുത്ത കളറിലെ എന്തെങ്കിലും വസ്തുക്കൾ, അരി, പഞ്ചസാര അതേപോലെയുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നാളത്തെ ദിവസം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ, അതായത് ദേവീ ക്ഷേത്രത്തിൽ നമുക്ക് വെളുത്ത കളറിലെ മുല്ലപ്പൂവ് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര നല്ലതാണ്. ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായും ചെയ്യണം. ഇനി വെളുത്ത കളറിലെ മുല്ലപ്പൂവില്ലെങ്കിൽ വെള്ള താമരയോ വെളുത്ത കളറിലെ പുഷ്പങ്ങളോ ദേവിക്ക് സമർപ്പിച്ച് കുടുംബത്തിന് ഐശ്വര്യമുണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കണം. വീട്ടിൽ പശുവിൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളവർ ഗോമാതാ പൂജ ചെയ്യണം. അതായത് അഭിഷേകം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അഭിഷേകം ചെയ്ത്, ഫോട്ടോയാണെങ്കിൽ ഫോട്ടോയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊട്ട് നല്ല മണമുള്ള പൂക്കൾ സമർപ്പിച്ച് ഓം സുരഭ്യേ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലി 1 രൂപ ദക്ഷിണ വെച്ച് കറുകപ്പുല്ലും ശർക്കരയും കുതിർത്ത ചെറുപയറും നമുക്ക് നിവേദ്യമായിട്ടും വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് നമുക്ക് നല്ല ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തരുന്നതാണ്. ഒപ്പം തന്നെ നാളത്തെ ദിവസം വീട്ടിൽ നമ്മൾ
ഫ്രണ്ട് ഡോറിൽ മാവില തോരണമോ മഞ്ഞളിൻ്റെ ഇലയോ ആര്യവേപ്പിൻ്റെ ഇലയോ ഇത് മൂന്നും കിട്ടുമെങ്കിൽ ഇത് മൂന്നും ഒന്നിച്ച് കെട്ടി വെക്കുന്നതും വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഐശ്വര്യ കോല ലക്ഷ്മി പൂജ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി കണ്ട് ചെയ്യാൻ നോക്കണം. അത് വളരെ വളരെ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി തരുന്ന ഒരു പൂജയാണ്. 8 വെള്ളിയാഴ്ചകളിലാണ് നമ്മളത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീടിനടുത്ത് പശുക്കുട്ടിയുണ്ടെങ്കിൽ പശുക്കുട്ടിയെ വീട്ടിനുള്ളിലോട്ട് നാളെ 8 to 9 സന്ധ്യയ്ക്ക്, അതായത് രാത്രിയിൽ വരുന്ന ശുക്രഹോര സമയത്തോ അല്ലെങ്കിൽ രാവിലെ 6 to 7 ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത് പശുവിനെയും കുഞ്ഞിനെയും ഒന്നിച്ച് അല്ലെങ്കിൽ പശുക്കുട്ടിയെ മാത്രമായിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിലോട്ട് കൊണ്ടുവന്ന് കർപ്പൂര ആരതി കാണിച്ച് വാൽഭാഗത്ത് തൊട്ട് പശുക്കുഞ്ഞിനും അതിൻ്റെ അമ്മയ്ക്കും ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വീണ്ടും വീണ്ടും ഉയർച്ചയുണ്ടാവാൻ സഹായിക്കും. അതേപോലെ തന്നെ 3, 7, 11 പ്രാവശ്യം പശുവിനെയും അതിൻ്റെ കുട്ടിയെയും, അതിപ്പോൾ ഒറ്റയ്ക്കുള്ളതാണെങ്കിലും കുഴപ്പമില്ല, പ്രദക്ഷിണം ചെയ്യുന്നതും വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതാണ്. അപ്പം ഈ കാര്യത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ വെള്ളിയാഴ്ച 8-7 ശേഷമാണ് സന്ധ്യയ്ക്ക് രേവതി നക്ഷത്രം തുടങ്ങുന്നത്. സോ ആ സമയത്ത് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ശനിയാഴ്ച ചെയ്യാവുന്നതുമാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.